Hello, hello. How So, are you? welcome to our new episode of Inner Circle. Today, our topic we are going to discuss about the woman's. Technically, we're gonna say we can say it's a woman empowerment. So, why smart women overthink business decisions? Okay, so that's a topic we are discussing. So, everybody, can you just introduce yourself quickly? So, Vinita, can you start from you, please? Sure, thank you. Myself, വിനീത. നമ്മളിന്ന് മലയാളത്തിലാണല്ലോ ചെയ്യുന്നത് അല്ലേ? മലയാളത്തിൽ തന്നെ പറയാം നമ്മുടെ ഓഡീസിന് വേണ്ടിയിട്ട്. ഞാൻ കാനഡയിലായിരുന്നു 15 വർഷം. ഇപ്പോൾ ഓസ്ട്രേലിയയിലാണ്. രജിസ്റ്റേർഡ് നഴ്സാണ് ബൈ പ്രൊഫഷൻ. ബിസിനസ്സിൽ ഒരു 5+ ഇയേഴ്സ് ആയിട്ടുണ്ട്. ഇപ്പോൾ ഒരു കോച്ചുമാണ്. 3 കുട്ടികളുടെ അമ്മയാണ്. Thank you അനു, so much, Vinita. thank you. Anu, can you introduce yourself? Anu, you're muted. ഹായ് ഹലോ, എൻ്റെ പേര് അനു എന്നാണ്. ഞാൻ ഒണ്ടാരിയിലാണ്, കാനഡയിൽ. ഞാനിവിടെ ഒരു രജിസ്റ്റേർഡ് നഴ്സായിട്ട് ജോലി ചെയ്യുന്നു. നാട്ടിൽ തൃശ്ശൂരാണ്. Thank you. Shinda, can you introduce yourself? എൻ്റെ പേര് ഷിൻഡ. ഞാൻ കാനഡയിലാണ്. ഞാൻ ജോലി ചെയ്യുന്നു. 10 വർഷമായിട്ട് കാനഡയിലാണ്. 4 കുട്ടികളുടെ അമ്മയാണ്. പിന്നെ ഇപ്പം ഈ ബിസിനസ് വന്നിട്ട് ഇപ്പോൾ 1 വർഷമായി. All right, thank you so much, Shinda. So, ഞങ്ങളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് വുമൺ ഓവർ തിങ്കിങ് ബിസിനസ് ഡിസിഷൻസിനെ പറ്റിയാണല്ലോ. സോ അതിൽ ഞാൻ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം അതിന്റെ ക്വസ്റ്റ്യൻ ഇതാണ്: ഡു യു തിങ്ക് പെർഫെക്ഷനിസം പ്രൊട്ടക്ട് അസ് ഓർ ലിമിറ്റ് അസ്? സോ അതിനെപ്പറ്റി ഇന്ന് സംസാരിക്കാനാണ് എനിക്ക് താല്പര്യം. കാരണം നമ്മൾ വുമൺസ് എപ്പോഴും ഭയങ്കര ഓവർ തിങ്കിങ് ആണ്, എല്ലാം പെർഫെക്റ്റ് ആയിട്ട് വേണം. എന്നാൽ നമ്മൾ മൾട്ടി ടാസ്കേഴ്സ് ആണ്, നമ്മൾ കുറെ കാര്യങ്ങൾ ബാക്ക് ആൻഡ് ഫോർത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ് അല്ലേ? അപ്പൊ എന്താണ്, അതൊക്കെ നമ്മുടെ ബിസിനസ്സിലേക്ക് വരുമ്പോൾ അതെങ്ങനെയാണെന്നുള്ളതിനെ പറ്റിയാണ് ഞാൻ ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ഇഷ്ടപ്പെടുന്നത്. കാരണം നമ്മുടെ ബിസിനസ്സിലേക്ക് വരുമ്പോൾ അത്രയും പെർഫെക്ഷനൊന്നും നമുക്ക് വേണ്ടെങ്കിലും നമുക്കൊരു കൺസിസ്റ്റൻസിയാണ് നമ്മുടെ ബിസിനസ്സിന് വേണ്ടത്. പിന്നെ കുറെ അധികം ആൾക്കാർ ഇങ്ങനെ ചിന്തിച്ചിരിക്കുന്നുണ്ടാവും, എന്ത് ചെയ്യാൻ പറ്റുമോ, എനിക്ക് പറ്റിയതാണ്, ഞാനൊരു വുമൺ ആണ്, ഞാൻ ഇങ്ങനെ ഓൺലൈനിൽ വന്നു കഴിയുമ്പോൾ മറ്റുള്ളവർ എന്ത് പറയും, മറ്റുള്ളവർ എങ്ങനെ അതിനെ ജഡ്ജ് ചെയ്യും എന്നൊക്കെ ഉള്ളൊരു പേടിയൊക്കെ ആയിട്ട് ചെയ്യുന്നതാണ്. ഞങ്ങളൊക്കെ അതൊക്കെ ഓവർകം ചെയ്ത് വന്നിരിക്കുന്ന വുമൺസ് ആണ് ഇവിടെ. അപ്പൊ അതൊക്കെയാണ് എനിക്ക് ക്വിക്കായിട്ട് ഞാനൊന്ന് പറഞ്ഞു പോകുന്നത്. അതാണ്. പിന്നെ നമ്മുടെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വുമൺസ് മറ്റുള്ളവർ എന്ത് പറയുന്നു, മറ്റുള്ളവർ ഒരാളുടെ എന്താ പറയാ അനുവാദം കിട്ടാൻ വേണ്ടി കാത്തിരിക്കുന്നവരാണ് നമ്മളല്ലേ. അത് അനുവാദം കിട്ടിയിട്ടേ നമ്മൾ അതിനകത്തേക്ക് പോവുള്ളൂ, ഒരു തീരുമാനം എടുക്കുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ വി ആർ ഹ്യൂമൻ ബീങ്, വി ഹാവ് ദ റൈറ്റ് ടു ഡു ഇറ്റ്. നമ്മൾ ഇത്രയും റെസ്പോൺസിബിലിറ്റി ചെയ്യുന്നതാണ്. ഒരു അമ്മയായിട്ടായാലും ഒരു കരിയർ ബേസ് ആയാലും നമ്മുടെ ഫുള്ള് റെസ്പോൺസിബിലിറ്റി. ഇപ്പൊ ഞങ്ങളൊക്കെ തന്നെയായാലും ബിസിനസ്, ഞങ്ങൾ 3 കരിയറാണ് ഒരേ സമയം, 2 കരിയറും ഒരു ഫാമിലിയാണ് ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പൊ അതൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് വൺ ഓഫ് ദി അമേസിങ് തിങ്. ഞങ്ങൾക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമെന്നും, നിങ്ങൾക്കും വീട്ടിലിരുന്നു കൊണ്ടായാലും അല്ലെങ്കിൽ ജോലിക്ക് പോയിക്കൊണ്ടായാലും ഇതൊക്കെ ചെയ്യാൻ പറ്റും. അതാണ് ഞങ്ങൾ ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്നത്. ഓക്കെ, സോ ഞാനപ്പോ ഷിൻഡയോട് ചോദിക്കാൻ, ഷിൻഡയുടെ ഒരു അഭിപ്രായത്തില് ഒന്ന് പറയാവോ? സോ ശരിക്കും പറഞ്ഞാൽ ഡു ദി റെസ്പോൺസിബിലിറ്റീസ് മേക്ക് us മോർ കോഷ്യസ് ഇൻ ദി ബിസിനസ്? നമ്മൾ അങ്ങനെയാണോ? ശരിക്കും കോഷ്യസ് ആണോ ബിസിനസ്സിലേക്ക് വന്നു കഴിയുമ്പോ? ഒന്ന് ഷിൻഡയുടെ രീതിയിൽ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരുമോ? ഞാൻ പറയുകയാണെങ്കിൽ നമ്മളൊരു അമ്മ, ഒരു ഭാര്യ എന്ന് പറയുന്ന നമുക്ക് ഭയങ്കര ഉത്തരവാദിത്തമാണ്. അതൊരു വലിയ റെസ്പോൺസിബിലിറ്റിയാണ് നമ്മളെ സംബന്ധിച്ച്. ജോലിക്ക് പോകണം, അതേപോലെ തന്നെ കുട്ടികളുടെ കാര്യമെല്ലാം സ്മൂത്ത് ആയിട്ട് നടക്കണം. അപ്പം ഭയങ്കര ഞാൻ കുറേ ആലോചിച്ചിട്ടാണ് ഈ ബിസിനസ് തീരുമാനം എടുത്തത്. എൻ്റെ ജീവിതത്തിൽ കൂടുതൽ സമയം കുട്ടികളോട് കൂടെ ചെലവഴിക്കുക എന്നാണ് എൻ്റെ ഫസ്റ്റ് എയിം. അപ്പം എൻ്റെ ജോലി കുറച്ച് സമയം കുറച്ചിട്ട് കൂടുതൽ സമയം വീട്ടിലിരിക്കുക. അതിനെങ്ങനെ പറ്റും? അത് കൂടുതൽ ഞാൻ ഫസ്റ്റായിട്ട് ബിസിനസ്സിലേക്ക് വരാനുള്ള കാരണമായിരുന്നു. പിന്നെ നമ്മൾക്ക് സാമ്പത്തികമായിട്ട് ഇപ്പൊ ഞാൻ പറയുകയാണെങ്കിൽ ഞാൻ 10 വർഷമായി കാനഡയിലായിട്ട്. ഇപ്പൊ ഒരു പ്രാവശ്യം നമുക്കൊന്ന് അതിനൊരു സേവിങ്സ് നമുക്ക് മാറ്റി വെക്കാനില്ല. അപ്പൊ എങ്ങനെ എനിക്ക് ഉണ്ടാക്കാൻ പറ്റും? അതിനെക്കുറിച്ച് കൂടുതൽ ആലോചിച്ചപ്പം ഇതൊരു നല്ല വഴിയാണ്. എല്ലാം പ്രൊഫഷണൽസ് ആണ് നമ്മൾ ചെയ്യണേ.
എല്ലാരുമായിട്ട് കണക്ട് ചെയ്യുമ്പോ കൂടുതൽ അതെല്ലാം പറയുന്ന ഇതാണ്, നമ്മൾ എത്ര ഇവിടെ ജോലി ചെയ്താലും എത്ര ഇയേഴ്സ്, ഇവൻ 25, മഞ്ജു പറയാണ് 25 ഇയേഴ്സ് കാനഡയിലായി. അപ്പം അത് അങ്ങനെ നമുക്ക് മാറ്റി വെക്കാൻ ഒന്നുമില്ല. അപ്പൊ അത് ഉണ്ട്. പിന്നെ നമ്മുടെ കുടുംബത്തിന്റെ എല്ലാം സാമ്പത്തികമായിട്ട് എല്ലാം സ്മൂത്ത് ആയിട്ട് കൊണ്ടുപോകുന്ന ഇപ്പം കൂടുതൽ ചിന്തിക്കുന്ന നമ്മള് സ്ത്രീകളായിരിക്കും, വുമൻസ് ആയിരിക്കും കൂടുതൽ എല്ലാം. അവരൊരു കുടുംബം പുറകോട്ട് മാറി നിൽക്കാൻ താല്പര്യപ്പെടുന്നില്ല. അപ്പൊ അതുകൊണ്ട് എന്താണ് അതെന്താ ചെയ്യാൻ പറ്റുകയെന്ന് ആലോചിച്ചപ്പോ അങ്ങനെ ഒരു ബിസിനസ് വന്നു. എനിക്ക് എന്റെ ജോലി മാറ്റി വെക്കണ്ട, എന്റെ സമയമുള്ള വീട്ടിലിരിക്കുന്ന സമയം കൊണ്ട് ചെയ്യാൻ പറ്റുന്ന എന്താ ചെയ്യണേ. അല്ലാതെ നമുക്ക് വേറെ ഒരു എക്സ്ട്രാ, എനിക്കൊരു പാർട്ട് ടൈം ജോലിയുണ്ട്, അവിടെ എനിക്ക് കൂടുതൽ അവേഴ്സ് പിക്ക് ചെയ്യാം. അത് വേണ്ട, അത് കുറച്ചിട്ട് എനിക്ക് എങ്ങനെ അത് മൊത്തമായിട്ട് അത് കംപ്ലീറ്റ്ലി ഒഴിവാക്കാൻ പറ്റുന്നു, അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതാണ് ഞാൻ ഈ ബിസിനസ്സിലേക്ക് വരാനുള്ള കാരണം. നമ്മുടെ റെസ്പോൺസിബിലിറ്റി, നമ്മുടെ ഫാമിലിയിൽ നമ്മുടെ റെസ്പോൺസിബിലിറ്റി. ഇപ്പം നമ്മൾ വിഷമിച്ചിരുന്നാല് നമ്മുടെ ഫാമിലി ഫുള്ള് ഉള്ള വിഷമം മൊത്തം നമ്മുടെ ഫാമിലിയെ മൊത്തം അഫക്റ്റ് ചെയ്യും. കറക്റ്റാ. അതാണ് ഞാൻ ബിസിനസ് തിരഞ്ഞെടുക്കാനുള്ള കാരണം. അതൊരു വളരെ നല്ലൊരു കാര്യമാണ് ഷിൻഡ പറഞ്ഞത്. എന്ന് വെച്ചാൽ നമ്മൾ വുമൺസ് ആണ് ഒരു കുടുംബത്തിന്റെ വിളക്ക്. നമ്മുടെ മലയാള രീതിയിൽ പറയുകയാണെങ്കിൽ വിളക്ക്. ഒരു അമ്മ സങ്കടപ്പെട്ടാൽ വീട്ടില് എല്ലാവരും അത് സങ്കടപ്പെടും. അത് എല്ലാവർക്കും അത് എഫക്റ്റ് ആവും, അതിന്റെ ഒരു സങ്കടവും ആ ഒരു ഫ്രസ്ട്രേഷനും എല്ലാം. അപ്പൊ നമ്മളുടെ കയ്യിലാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കുടുംബം മുഴുവൻ ഇരിക്കുന്നത്. മക്കളുടെ റെസ്പോൺസിബിലിറ്റിയും ഹസ്ബൻഡും എല്ലാം നമ്മളെ ഡിപ്പെൻഡ്. അത് നമ്മൾ ചുറ്റും സൂര്യനെ ചുറ്റുന്ന മാതിരി നമ്മളെ ചുറ്റിയാണ് കുടുംബം മൊത്തം ഇത് ചെയ്യുന്നത്. അത് ഷിൻഡ നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു. താങ്ക് യു സോ മച്ച് ഷിൻഡ. സോ എനിക്ക് വിനീതയോടാണ് ഇനി അടുത്തത് എനിക്ക് ചോദിക്കാനുള്ളത്. വിനീത, സോ ദ ഫിയർ ഓഫ് ജഡ്ജ്മെന്റ്, അതിനെപ്പറ്റി എന്താണ് ഈ വുമൺസിന്റെ ആ ഫിയർ ഓഫ് ജഡ്ജ്മെന്റ്? ഞാനത് ചെറുതായിട്ട് ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തു. അപ്പൊ വിനീതയുടെ രീതിയിലും കൂടെ ഒന്ന് കേൾക്കാൻ ആഗ്രഹമുണ്ട്. തീർച്ചയായിട്ടും. ക്വസ്റ്റ്യൻ തന്നെ നമ്മൾ ആസ് എ വുമൻ വൈ വി ഓവർ തിങ്ക് ബിസിനസ് ഡിസിഷൻ, അതാണല്ലോ അല്ലെ. അപ്പൊ നിങ്ങളത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞു. എല്ലാ മോംസിനെയും റെസനേറ്റ് ചെയ്യാൻ പറ്റത്തക്ക രീതിയിൽ. ഇപ്പം ഷിൻഡ പറഞ്ഞ കാര്യമാണെങ്കിലും മഞ്ജു പറഞ്ഞ കാര്യമാണെങ്കിലും അതിന്റെ ടോപ്പിൽ എനിക്കൊരു കാര്യം പറയാനുള്ള, ഇപ്പൊ ആസ് എ വുമൻ നമ്മൾ എപ്പോഴും എന്താ പറയാ, ഒരു ആളെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കാൻ കുറെയൊക്കെ, നമ്മൾ എന്തോരം ഇൻഡിപെൻഡന്റ് വിമൻ ആണെന്ന് പറഞ്ഞാലും ഒരു കുറച്ച് നമ്മൾക്ക് മറ്റുള്ളവരുടെ ഒപ്പീനിയനെയും അവരുടെ വാലിഡേഷനെയും ജഡ്ജ്മെന്റിനെയും ഒക്കെ നമ്മളിങ്ങനെ എപ്പോഴും നമുക്ക് ഫേവറബിൾ ആയിട്ട് വരണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു കാറ്റഗറി പെട്ട ആൾക്കാർ തന്നെയാണ് മോസ്റ്റ് ഓഫ് ദ വിമൻ. അല്ലാത്ത ടോട്ടലി സ്ട്രോങ് ആയിട്ടുള്ള ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള വിമനും ഉണ്ട്. പക്ഷെ മെജോറിറ്റിയും അങ്ങനെയാണ്. നമുക്ക് എപ്പോഴും ഒരു വാലിഡേഷൻ വേണം, ഒരു അപ്രൂവൽ വേണം, അല്ലെങ്കിൽ നമുക്ക് നമ്മളൊരു കാര്യം ചെയ്ത് കഴിയുമ്പം അതിനൊരു കുറച്ച് കോംപ്ലിമെന്റും കാര്യങ്ങളും ഒക്കെ വേണം. അപ്പൊ നമ്മളിങ്ങനെ ഒരു ടോട്ടലി, പ്രത്യേകിച്ച് ഒരു ഓർഡിനറി ആയിട്ടുള്ള വിമൻ അല്ലെങ്കിൽ ഒരു വർക്കിംഗ് പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു വുമൻ ബിസിനസ്സിലേക്ക് വരുമ്പോഴത്തേക്കും ഈ കാര്യങ്ങളെല്ലാം ഇങ്ങനെ തലയിൽ കിടന്ന് കറങ്ങും. അയ്യോ ഇതെനിക്ക് പറ്റുമോ, അത് അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കും ഓക്കെ ഞാൻ ഇതിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇപ്പൊ എന്റെ ലവ്ഡ് വൺസ് അല്ലെങ്കിൽ എന്റെ ഫാമിലിക്ക് അതൊരു റെപ്യൂട്ടേഷനെ ബാധിക്കുമോ, എന്തായിരിക്കും മറ്റുള്ളവർ ഇതിനെക്കുറിച്ച് പറയാൻ പോകുന്നത്. ഇതൊക്കെ ഒരുപാട് ഫേസ് ചെയ്ത ഒരാളാണ്. അപ്പൊ പേഴ്സണലായിട്ട് എക്സ്പീരിയൻസ് ചെയ്യുന്ന സംസാരിക്കുമ്പോൾ ഇതെല്ലാം ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര കറക്റ്റ് ആണ്. പിന്നെ ഞാനിങ്ങനെ വെയിറ്റ് ചെയ്ത ഒരു സമയമുണ്ട്, അതായത് എല്ലാം ഒന്ന് ശരിയാവട്ടെ, ശരിയായി കഴിഞ്ഞിട്ട് നമുക്ക് ചെയ്യാം. ആ ഡിസിഷനെ ഞാനിങ്ങനെ ഭയങ്കര പോസ്റ്റ്പോൺ ചെയ്തുകൊണ്ടിരുന്നു. അതായത് ഒരുപാട് കടം കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് സമയം ഉണ്ടെങ്കിൽ ഈ കാര്യം ചെയ്യണം എന്ന് ഉള്ളിൽ നന്നായിട്ട് ആഗ്രഹമുണ്ട്. പക്ഷെ മറ്റുള്ളവർ എന്ത് പറയും, ഞാനൊരു നഴ്സാണ് അല്ലെങ്കിൽ ഒരു ബിസിനസ്സിലേക്ക് വന്നു കഴിയുമ്പോൾ മറ്റുള്ളവർ എന്തെങ്കിലും പറയുമോ, ചിലപ്പോൾ അവരൊന്നും പറയുന്നുണ്ടാവില്ല. പക്ഷെ നമ്മൾ അതിനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ ഓവർ തിങ്ക് ചെയ്ത് ആ ഡിസിഷനെ പോസ്റ്റ്പോൺ ചെയ്ത് നല്ലൊരു സമയം വരട്ടെ അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും ക്ലിയർ ആവട്ടെ എന്നിട്ട് ചെയ്യാമെന്ന് നമ്മൾ വിചാരിക്കും. പക്ഷെ അങ്ങനെ ഒരു പെർഫെക്റ്റ് ടൈം 100% എല്ലാം സെറ്റിൽ ആയിട്ട് നമുക്കൊരു ഡിസിഷൻ എടുക്കാൻ പറ്റില്ല. അപ്പൊ എനിക്ക് തോന്നുന്നു ഇതാണ് റീസൺസ്, ഇതൊക്കെയാണെന്ന് തോന്നുന്നു മെയിൻലി എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസും വെച്ച് പറയുമ്പോൾ. പിന്നെ ഉള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ജഡ്ജ്മെന്റും വാലിഡേഷനും ഇങ്ങനത്തെ കാര്യങ്ങളും ഒക്കെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ വേറൊരു വലിയ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളെപ്പോഴും വിചാരിക്കും നമ്മുടെ സ്റ്റോറി അല്ലെങ്കിൽ നമ്മൾ വേറൊരാൾ ചെയ്യുന്ന കാണുമ്പോൾ നമ്മൾ കമ്പാരിസണും കൂടി വരും. ഓക്കെ നമ്മള് എങ്ങനെയാണ് നമുക്ക് അതുപോലെ ചെയ്യാൻ പറ്റും, നമ്മൾ അങ്ങനെ കമ്പാരിസൺ ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് നമ്മുടെ ഓൺ രീതിയിൽ എങ്ങനെ ചെയ്യാൻ പറ്റും, അതെങ്ങനെ ബെറ്റർ ആക്കാൻ പറ്റും എന്ന് തീരുമാനിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഡിസിഷൻ മേക്കിംഗ് കുറേയും കൂടി സ്മൂത്ത് ആവും കമ്പാരിസൺ ഇല്ലാതെ ചെയ്യുവാണെങ്കിൽ എനിക്ക് തോന്നുന്നു. ഇതൊക്കെയാണ് എനിക്ക്
പറയാനുള്ളത്. Alright. Thank you so much, Vinitha. Yeah, അത് ഭയങ്കര ഒരു അഡ്വൈസ് ആണ്. നമ്മൾക്ക് കമ്പാരിസൺ ഇല്ലാതെ മുന്നോട്ട് പോകുക. അതാണ് നമ്മൾ എപ്പോഴും ചെയ്യേണ്ടത്. കമ്പാരിസൺ വന്നാൽ ദർ ഇസ് നോ ഗ്രോത്ത്. അതാണ് നമ്മൾ ഈ ബിസിനസ്സിൽ നിന്ന് നമ്മൾ പഠിക്കുന്ന ഒരു കാര്യം. നമ്മുടെ ബിസിനസ് അത്രയും നല്ല നമ്മുടെ പേഴ്സണൽ ലൈഫിനെയും കൂടെ ടച്ച് ചെയ്തുകൊണ്ടാണ് നമ്മുടെ ഈ ബിസിനസ് നമ്മൾ ചെയ്യുന്നത്. ഇത് ബിസിനസ് മാത്രമല്ല, നമ്മുടെ പേഴ്സണൽ ഡെവലപ്മെന്റിനോട് കൂടിയുള്ള കുറേ കാര്യങ്ങൾ നമ്മുടെ ഈ ബിസിനസ്സിൽ നിന്ന് പഠിച്ചെടുക്കാറുണ്ട്. അതിൻ്റെ ഒരു ഭാഗം അത് വളരെ നന്നായിട്ട് വിനീത എക്സ്പ്ലെയിൻ ചെയ്ത് തരുകയും ചെയ്തു. സോ നൗ അനുവിനെ പറ്റി, അനുവിൻ്റെ വേ ഓഫ് തോട്ടിൽ ഒന്ന് പറയാമോ? അതായത് ഈ ബിസിനസ് ആണോ അനുവിന് ഫിയർ, ഓർ ചേഞ്ച് ഇൻ ഹൂ യു ബിക്കമിലാണോ ഫിയർ? അതൊരു വുമൺ തോട്ടില്. ഹായ്, താങ്ക് യു ചേച്ചി. അതൊരു അമേസിംഗ് ക്വസ്റ്റ്യൻ ആണ്. നമ്മള് ആരാണ് എന്നുള്ളതിനുള്ള ഒരു വാലിഡേഷൻ കൂടിയാണ് എന്നെ സംബന്ധിച്ച് ഈ ഒരു ഓപ്പർച്യൂണിറ്റി. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളെല്ലാം സാധാരണക്കാരാണ്. നമ്മളൊക്കെ വളർന്നു വന്നത് നാട്ടിലാണ്, കേരളത്തിലാണ്. ഞാൻ തൃശ്ശൂരാണ്. നമ്മൾ ഒരു ഇമിഗ്രന്റ് കൺട്രിയിൽ വരുമ്പോൾ ആദ്യം നമുക്ക് എല്ലാത്തിനെയും കുറിച്ചും ഭയങ്കര പേടിയാണ്. എന്റെ ദൈവം, ഞാൻ ഇത് ഇങ്ങനെ ചെയ്താലാണോ, ഇത് ഇങ്ങനെയാണോ, അല്ലെങ്കിൽ ഇതിന്റെ റൂൾ ഇതാണോ, സിസ്റ്റം ഇതാണോ. അപ്പൊ അങ്ങനെ നമ്മൾ വന്നു. എന്റെ ബാക്ക്ഗ്രൗണ്ട് നഴ്സാണ്, ഞാൻ രജിസ്റ്റേർഡ് നഴ്സാണ്. അപ്പൊ നമ്മൾ ഹോസ്പിറ്റലിൽ വരുമ്പോൾ എനിക്ക് കുറച്ച് ഒരു ഡിഫറെന്റ് ബിലീഫ്സ് പണ്ടുണ്ടായിരുന്നു. അതായത് ഞാൻ നഴ്സാണ്, ഞാൻ കാനഡയിൽ വന്ന നഴ്സിംഗ് തന്നെ ചെയ്യണം, ജീവിതകാലം മുഴുവൻ നഴ്സിംഗ്. കാരണം അങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ടാണ് എനിക്കുള്ളത്. എൻ്റെ അമ്മ 30 കൊല്ലത്തെ ഒരു നഴ്സായിരുന്നു ഓപ്പറേഷൻ തിയേറ്ററിൽ. ഞാനും എൻ്റെ ചേച്ചിയും ഞങ്ങളുടെ ഫാമിലി കുറേ പേര് നഴ്സുമാരാണ്. ബട്ട് വി കമ്പാഷനേറ്റ് അബൌട്ട് നഴ്സിംഗ്, വാട്ട് വി ഡു. ദെൻ ആസ് എ സിംഗിൾ, ഞാനൊരു സിംഗിൾ മാമാണ്. സോ എൻ്റെ ലൈഫിലുണ്ടായിരുന്ന ഇൻസിഡന്റിനെ സംബന്ധിച്ച് എൻ്റെ ഹസ്ബൻഡിന്റെ ലോസിന് ശേഷം then I think about who I am. എനിക്ക് എൻ്റെ capability എന്താണ്, what is my potential. ഈ 12 hour ഷിഫ്റ്റിൽ ഒതുങ്ങി തീരേണ്ടതാണോ, അതാണോ എൻ്റെ ഒരു ലിമിറ്റേഷൻ. Then I have a lot of questions towards to me. Is I'm capable? Is it a lot of things. Then by the help of God, I always says ദൈവകൃപയിലെ എനിക്ക് അത് ഉള്ളിലൊരു തോട്ട് അതാണ് വന്നത്. കാരണം ഐ ആം ഇനഫ്. നമ്മൾ ഇനഫ് ആണ്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ആദ്യം തന്നെ നമ്മൾ കാപ്പബിലിറ്റിക്ക് സപ്പോർട്ട് ചെയ്യുന്ന കാര്യങ്ങളിൽ ഏറ്റെടുത്ത് ചെയ്യാൻ നമ്മൾ ഓപ്പൺ അപ്പ് ആവണം ഫസ്റ്റ്. അപ്പൊ ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി നമുക്ക് പണ്ടൊന്നും, ഇപ്പൊ കൊറോണയ്ക്ക് മുമ്പ് ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി എത്ര ഉണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ എനിക്ക് അറിയത്തില്ല. ഐ മീൻ ഓൺലൈൻ. ആഫ്റ്റർ കൊറോണ എവ്രിബഡി ഓൺലൈനിൽ ഇപ്പൊ സജീവമാണ്. എല്ലാവരും അത് ഒരു ഫാമിലിയുടെ പാർട്ടായിട്ട്, നമ്മൾ വീട്ടുപേര് പോലെയാണ് ഒരു യൂട്യൂബ് ചാനൽ, ഒരു ഇൻസ്റ്റാഗ്രാം. അത് ഓൾറെഡി ഒരു ലോട്ട് ഓഫ് ഓപ്പർച്യൂണിറ്റീസ് ആൾക്കാർ, ബിസിനസ് സാധ്യതകളും നമ്മൾ ലോകത്തിന്റെ എല്ലാ ഭാഗത്തു നിന്ന് ഇരുന്ന ആൾക്കാർക്ക് അവരുടെ സൗകര്യത്തിന് നമുക്കിപ്പോൾ ചെയ്യാം. അതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് നമ്മളുടെ സിസ്റ്റം. വളരെ സിസ്റ്റമിക് ആയിട്ടും ഓട്ടോമാറ്റിക് ആയിട്ടും പ്രൂവൺ ആയിട്ടുള്ള ഒരു സിസ്റ്റമാണ്. സോ ആസ് എ നേഴ്സ് ദെൻ ഐ തിങ്ക് ഓക്കെ, then I think about what I can do next. As നമ്മളെല്ലാം അമ്മമാര് മൾട്ടി ടാസ്കേഴ്സ് ആണ്, മനസ്സിച്ച് പറഞ്ഞ പോലെ തന്നെ. സോ നമ്മൾ അത് ചെയ്തതിൻ്റെ ഒപ്പം ഇതും നമ്മൾക്ക് ചെയ്യാൻ സാധിക്കും. അത്തരത്തിലാണ് ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത്, വളരെ സിമ്പിൾ ആയിട്ടും. അപ്പം ഇപ്പൊ നേഴ്സ് ഒരു ബിസിനസ് ഓണർ. സോ ഇറ്റ്സ് ആക്ച്വലി എ ഐഡന്റിറ്റി ഷിഫ്റ്റ് ഫ്രം നേഴ്സ് ടു എന്റർപ്രണർ. സോ ഒത്തിരി പേർക്ക് ഇതെങ്ങനെയാണ് നമുക്ക് ചെന്ന് കഴിഞ്ഞാൽ എന്തെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ നമ്മളെ കൊണ്ട് ഇത് മാനേജ് ചെയ്യാൻ പറ്റുമോ, നഴ്സിംഗ് അല്ലെങ്കിൽ വീട്, ജോലി, പ്രൊഫഷൻ, അത് ചെയ്യാൻ പറ്റുമോ എന്നുള്ള ഒരു. പക്ഷെ അതിനെ നമ്മൾ ശ്രമിച്ചു കഴിഞ്ഞാലാണ് അത് പറ്റുമോ പറ്റില്ല എന്ന് അറിയുള്ളൂ. ഇപ്പൊ എനിക്ക് അതുപോലെ തന്നെ I think Anu, you're muted now. Yeah, I thought that's something wrong with my volume. Technical difficulties. മഗ്ഗുണ്ട്. ഈ മഗ് എനിക്ക് ഇവിടെ നിന്ന് മാറ്റണം, അതെനിക്കറിയാം. പക്ഷെ ഈ മഗ് നോക്കിയിരുന്നോണ്ട് അത് തനിയെ മാറില്ലല്ലോ. ഞാൻ എടുത്ത് മാറ്റി വെക്കണം. ദാറ്റ് മീൻസ് വി നീഡ് ടു ടേക്ക് എൻ ആക്ഷൻ ഫസ്റ്റ്. എന്തെല്ലാം നമ്മളെ ഇംപ്ലിമെന്റ് ചെയ്യണോ, അല്ലെങ്കിൽ നമ്മൾ ഒത്തിരി ഡ്രീംസ്, നമ്മളെല്ലാവരും ഡ്രീംസ് കാണുന്നവരാ. ഡ്രീംസ് കാണുന്നവർ വളരെ പോസിറ്റീവ് സൈഡിലുള്ളവരാ. ആ ഡ്രീം അച്ചീവ് ചെയ്യാൻ ഒരു പാത്തുണ്ട്. ആ പാത്ത് നമ്മൾ തിരഞ്ഞെടുക്കുന്നുണ്ടോ, നമ്മൾ സെർച്ച് ചെയ്യുന്നുണ്ടോ, അത് നമ്മളോട് തന്നെ നമ്മൾ വിലയിരുത്തണം. അപ്പൊ അങ്ങനെയാണ് ഞാൻ ഈ ഒരു പ്രൊഫഷനിലേക്ക് വന്നത്. സോ ഐ എം സോ ഹാപ്പി ടു പാർട്ട് ഓഫ് ദിസ് അമേസിംഗ് ബിസിനസ് ഓപ്പർച്യൂണിറ്റി. ഹാൻഡ് ഓവർ ടു മഞ്ജു ചേച്ചി. താങ്ക് യു. Oh, that's a very amazing way of explaining, Anu. So I like it.
സോ ദാറ്റ്സ് എ വെരി ഗുഡ് തിങ്. ഒരു എക്സാമ്പിളോട് കൂടി ആണ് അനു എക്സ്പ്ലെയിൻ ചെയ്തത്. ആ ഒരു മഗ് അവിടെ നിന്ന് എടുത്ത് മാറ്റണം, നമ്മൾ തന്നെ സ്വയം തീരുമാനിക്കണം എന്നാണ് അനു പറഞ്ഞതെന്ന് നമുക്ക് എല്ലാവർക്കും മെയിനായിട്ട് അറിയേണ്ട കാര്യം. അപ്പൊ ഞങ്ങളെ ഇരിക്കുന്ന ആർക്കെങ്കിലും ഇതിനെപ്പറ്റി കൂടുതൽ അറിയണമെന്നൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങളുടെയൊക്കെ വെബ്സൈറ്റ് ഇവിടെ തന്നിട്ടുണ്ട്. ജോയിൻ വിത്ത് ദ വെബ്സൈറ്റ്. ഓക്കെ, സോ that's it for today. And so anybody want to say anything beside that, or ആർക്കെങ്കിലും എന്തെങ്കിലും കൂടുതലായിട്ട് പറയാനുണ്ടോ? No, that's all. I love your analogy, Manu. Thank you for Thank you sharing so that. much. Powerful Yeah, thank one. you so much, everyone. Yeah, we share, we care, we grow. Yes, We grow together. That's a way. That's a woman empowering. Bye bye everyone. Bye bye, whoever watching everywhere. Bye. Yes. Have a great one. Thank you. Thank you.